നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിൽ തെളിയാറുണ്ടോ? പിന്നീടത് യഥാർത്ഥത്തിൽ നടക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ടോ? മിക്കവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഇത് പക്ഷേ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ വിശ്വസിച്ചെന്ന് വരില്ല. അവർ ഒരു പക്ഷേ കളിയാക്കിയെന്നും വരാം. എന്നാൽ മനുഷ്യരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആറാം ഇന്ദ്രിയം, സിക്സ്ത് സെൻസ് എന്നെല്ലാം വിളിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയാണിത്. പലരും ആ ശക്തി തിരിച്ചറിയാറില്ല. ചിലർ അതിനെ അവഗണിക്കുകയും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ അവഹേളിക്കുകയും ചെയ്യും. ആറാം ഇന്ദ്രിയത്തെ മനസ്സിലാക്കി അതിൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നത് പലതരത്തിൽ മനുഷ്യനെ ഗുണകരമായി തീരും. മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുമെല്ലാം ആറാം ഇന്ദ്രിയം നമ്മളെ സഹായിക്കും. ആറാം ഇന്ദ്രിയത്തെ തിരിച്ചറിയാനും ആ കഴിവ് വികസിപ്പിക്കാനും സഹായിക്കുന്ന ലളിതമായ ചില മാർഗങ്ങൾ ഇതാണ്. 1. ഉൾവിളികൾക്ക് ചെവി കൊടുക്കുക. ആറാം ഇന്ദ്രിയത്തെ ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഉൾവിളികളെ കേൾക്കുക എന്നതാണ്. തോന്നൽ, ഉൾപ്രേരണ എന്നൊക്കെയാണ് അവയെ പറയാറ്. നമ്മുടെ തോന്നലുകൾ, ഊഹങ്ങൾ, നമ്മൾ തന്നെ തിരിച്ചറിയാതെ പോകുന്ന നിഗൂഢമായ സൂചനകൾ എന്നിവയിലൂടെയെല്ലാം ഉൾവിളികൾ അനുഭവപ്പെട്ടേക്കാം. മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഉൾവിളികൾ പലപ്പോഴും ഉപകാരപ്രദമാണ്. ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാം. അവ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. ആ ഉൾവിളിയെ അവഗണിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റായി പോകുമ്പോഴായിരിക്കും ഉൾവിളി സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഉൾവിളികളെ വിശ്വസിക്കുക. ചിലപ്പോൾ ആ സമയത്ത് ഉൾവിളികൾ യുക്തിസഹമായി തോന്നിയേക്കില്ല. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അവ ശരിയായിരുന്നുവെന്ന് തെളിയിക്കപ്പെടും. ചുരുങ്ങിയ പക്ഷം അത്തരം അനുഭവങ്ങൾക്ക് ശേഷമെങ്കിലും ഉൾവിളികളെ വിശ്വസിക്കാൻ പഠിക്കുക. അതിലൂടെ ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങളും സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു തുടങ്ങും. ഉൾവിളികൾ നമ്മുടെ അഭിലാഷങ്ങളുമായും ആഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന സജീവമാക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുക. നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സൂചനകളായിരിക്കും ഉൾവിളികളും പ്രേരണകളും. അത് മനസ്സിലാക്കുക. 2. പരിപൂർണ ശ്രദ്ധ. യാതൊരു മുൻവിധികളും കൂടാതെ ഏത് നിമിഷത്തിലാണോ ഉള്ളത് ആ നിമിഷത്തിന് പരിപൂർണ ശ്രദ്ധ നൽകുന്ന രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പരിശീലിച്ചാൽ ഉള്ളിലുള്ള തോന്നലുകളുമായും ചിന്തകളുമായും ഒത്തുപോകാൻ സാധിക്കും. അതിലൂടെ ഉൾവിളികളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ കഴിയും. എല്ലാ ദിവസവും കുറച്ചു സമയം നിശബ്ദമായിരുന്ന് മനസ്സിൽ ഒരു ചിന്തയുമില്ലാതെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഈ ലളിതമായ രീതിയിലൂടെ നമ്മുടെ ഉൾവിളികളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. 3. സ്വപ്നങ്ങളെ ശ്രദ്ധിക്കുക. ആറാം ഇന്ദ്രിയത്തെ വികസിപ്പിക്കാനുള്ള മറ്റൊരു മാർഗം സ്വപ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുക എന്നതാണ്. ഉള്ളിലുള്ള തോന്നലുകളുടെയും ചിന്തകളുടെയും ശക്തമായ ആവിഷ്കാരമാണ് സ്വപ്നം. ഓർമ്മയുണ്ടെങ്കിൽ കണ്ട സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുക. ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങൾക്കോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്ന ചിഹ്നങ്ങൾക്കോ ആശയങ്ങൾക്കോ ശ്രദ്ധ കൊടുക്കുക. ഉപബോധ മനസ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സന്ദേശങ്ങളായിരിക്കാം അവ. 4. ശരീരം പ്രതികരിക്കുന്ന രീതി. നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ വിവേകമുണ്ട്. ഓരോ സാഹചര്യങ്ങളോടും ശരീരം പ്രതികരിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. അത്തരം പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ സമീപത്ത് വരുമ്പോൾ ശരീരം വല്ലാതെ ഭയപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യാറില്ലേ? അതുപോലെ മറ്റു ചിലർ വരുമ്പോൾ ഒരാശ്വാസമോ സന്തോഷമോ തോന്നാറില്ലേ? ഇതെല്ലാം ശരീരം വ്യത്യസ്ത സാഹചര്യങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കുന്നതാണ്. ഈ വിവേചന ശക്തി തിരിച്ചറിയുക. നമ്മുടെ ഉൾവിളികളെ തിരിച്ചറിഞ്ഞ് ശരീരം പ്രതികരിക്കുന്നതാണ്. ഇത്തരം ഉൾവിളികളെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. ഈ പറഞ്ഞ രീതിയിലൂടെ ആറാം ഇന്ദ്രിയം അഥവാ സിക്സ്ത് സെൻസ് വികസിപ്പിച്ചെടുക്കാം.